ഹേയ് ഫോക്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ബോധരഹിതരായി പോയി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1 മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ ശേഷമാണ് ബോധം വന്നത് എന്ന കാര്യം. ഇത് പൂർണ്ണമായും വാർത്താ പ്രചാരകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ബിക്കോസ് അവർ കൃത്യമായ കേസ് സ്റ്റഡി നടത്താതെയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. എവിടുന്നോ കിട്ടുന്ന എന്തെങ്കിലും അറിവ് വെച്ച് അവർക്ക് ഇത്തരം വാർത്തകൾ പടച്ചുവിടാമെങ്കിൽ കുട്ടികൾ അത് കണ്ടാണ് പഠിക്കുന്നത്. അവരും എവിടുന്നെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ഭാവിയെ വിലയിരുത്തും. നിങ്ങൾ സമൂഹത്തിൽ വലിയ അറിവുകൾ കൊടുക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരിക്കലും ഹിപ്നോട്ടിസം വഴിയല്ല ചെയ്തിരിക്കുന്നത്. ഹിപ്നോട്ടിസം എന്താണെന്ന് പോലും ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ന്യൂസ് വന്നത്. ഹിപ്നോട്ടിസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല ഇതിൽ സംഭവിച്ചു. ഇതിൽ എന്താ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ രണ്ട് സൈഡിലുള്ള വെസൽസ്, ഈ രണ്ട് സൈഡിലുള്ള ചില തലച്ചോറിലേക്ക് പോകുന്ന വെസൽസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓക്സിജനും ബ്ലഡും തലച്ചോറിലേക്ക് എത്തുന്ന അളവ് കുറച്ച് പതിയെ അതിന്റെ സപ്ലിമെന്റ് നിന്നുപോയി ബോധരഹിതരാകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ വാർത്തകളിൽ കണ്ടത്. അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്തിന് ചുറ്റും അമർത്തി പിടിച്ചുകൊണ്ട് സെൽഫ് ഹിപ്നോട്ടിസം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. കഴുത്തിന് ചുറ്റും അമർത്തി പിടിച്ചുകൊണ്ട് അവർ സെൽഫ് അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ സം വേർഡ്സിലൂടെ ചില പ്രോസസ്സിലൂടെ ഉണർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് നമുക്ക് ടച്ച് ചെയ്യണം എന്ന് പോലുമില്ല. ഇതിന് നമുക്ക് സക്സസ് റേറ്റ് കൂടുതൽ കിട്ടാൻ പെട്ടെന്ന് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിനുള്ളിൽ ഒരാളെ ഡീപ്പ് ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ചിലപ്പം ഷോക്ക് ഇൻഡക്ഷൻ കൊടുക്കാൻ വേണ്ടി കൈ ചിലപ്പോൾ പിടിച്ച് സ്ലീപ്പ് എന്ന് പറഞ്ഞ് വലിക്കാറുണ്ട്. ഇതിന് മാത്രമാണ് നമ്മൾ കയ്യോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കായികമോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കി മൊത്തം നമ്മൾ വേർഡ്സിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മനസ്സിൽ അതിൻ്റെ ഒരു ദേഷ്യവും വിദ്വേഷമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യില്ലേ? എന്നോട് അതിനനുസരിച്ചുള്ള വെറുപ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഇത് തന്നെയാണ് ഹിപ്നോട്ടിസത്തിൽ ഉദ്ദേശിക്കുന്നത്. ചില വേർഡ്സിലൂടെ ചില പ്രത്യേക രീതിയിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ അവരുടെ മാനസിക നിലയെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ഹിപ്നോട്ടിസം. അല്ലാതെ ഒരിക്കലും ടച്ച് ചെയ്തുകൊണ്ട് അമർത്തി പിടിച്ചോ ഓക്സിജൻ കട്ട് ചെയ്തോ ബ്ലഡ് പോകുന്ന വഴികൾ വെസൽസുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ല ഒരിക്കലും ഹിപ്നോട്ടിസം ചെയ്യുന്നത്. ഹിപ്നോട്ടിസം പല ടൈപ്പ് ഉണ്ട്. ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ഉണ്ട്, സ്ട്രേറ്റ് ഹിപ്നോട്ടിസം ഉണ്ട്, സ്റ്റേജ് ഹിപ്നോട്ടിസം ഉണ്ട്, ഗ്രൂപ്പ് ഹിപ്നോസിസ്, അങ്ങനെ പല ടൈപ്പ് ഹിപ്നോസിസ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്തൊരു രീതിയാണ് അവിടെ കുട്ടികൾ ട്രൈ ചെയ്തത്. കുട്ടികൾ ട്രൈ ചെയ്ത് ഒരിക്കലും ഹിപ്നോട്ടിസം അല്ല. അവർക്ക് വ്യക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായി കൊടുക്കണം. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ ഒരു വിദ്യ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഒരുപാട് ചെയ്തിട്ട് ഞാൻ കണ്ടിരുന്നു. കഴുത്തിന് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ബോധരഹിതരാക്കുന്ന ആ ഒരു കാര്യം ചെറുപ്പം മുതലേ ഉണ്ട്. ഇതുവരെ അപകടങ്ങളൊന്നും സംഭവിച്ച് കേട്ടിട്ടില്ല നേരിട്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അപസ്മാരത്തിലേക്കും അതേപോലെ പാർഷ്യലി കോമ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളും ഇതിന്റെ അപകടവശം കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെറുതെ ഹിപ്നോട്ടിസം എന്താണെന്ന് പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാതിരിക്കുക. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് സിലബസിൽ ഉൾപ്പെടുത്തി അത് പഠിപ്പിച്ച് അവരെ അതിൽ പ്രാപ്തരാക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും. സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി അത്രത്തോളം വർദ്ധിക്കും. കുട്ടികൾക്ക് അത്രത്തോളം സെൽഫിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. മൈൻഡ് പറയുന്നത് അവർ കേൾക്കുമ്പോഴാണ് അവർ എന്താ പറയുക അഡിക്ഷനിലേക്കും അതുപോലെ ലഹരിയിലേക്കൊക്കെ പോകുന്നത്. ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ അവർ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. നമ്മുടെ വരുന്ന തലമുറയെ നശിച്ചു പോകുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റും. നമുക്ക് ഈ സെൽഫ് ഹിപ്നോസിസ് പോലെയുള്ള കാര്യങ്ങൾ സിലബസിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടവർ തന്നെ ഇത്തരം ഹിപ്നോട്ടിസത്തിനെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി കുട്ടികളെ പരിഭ്രാന്തിയിലാക്കാതിരിക്കുക. താങ്ക് യു.